ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു സമയം കർത്താവ്, ഞങ്ങളുടെ എല്ലാ ഹൃദയഭാരങ്ങളും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും സങ്കടങ്ങളെയും ഞങ്ങളങ്ങേക്ക് വിട്ടുതരുന്നു. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. മരണത്തോളം അങ്ങ് അനുസരണത്തോടെ ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. പീഡനങ്ങളിലും വേദനകളിലും നിന്ദനങ്ങളിലും അപമാനങ്ങളിലും എല്ലാം കർത്താവെ, അങ്ങ് എന്നെ ഓർത്തുകൊണ്ട് മരണത്തെ ഏറ്റെടുത്തു. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാനായിരിക്കുന്ന ഈ ഒരു നിമിഷം കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എല്ലാ പീഡാസഹനങ്ങളോടും ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാണെന്ന് എനിക്കറിയാം. കർത്താവെ, ഞാൻ പലപ്പോഴും പരാതി പറയുന്ന, പിറുപിറുക്കുന്ന, ശണ്ഠ കൂടുന്ന, വാശി കാണിക്കുന്ന പല ജീവിതത്തിലെ നിമിഷങ്ങളും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതോർക്കുമ്പോൾ വളരെ വളരെ നിസ്സാരമാണെന്ന് ഈശോയെ ഞാൻ മനസ്സിലാക്കുക. എന്നിൽ നിന്നും എടുക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കർത്താവ് എനിക്ക് സ്നേഹമായിട്ട് തന്നു. എനിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ, ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുതൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഈശോയുടെ ഈ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകം ഓർക്കാം. നോമ്പുകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർത്താവിനോട് കൂടെയുള്ള ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ബലിയായി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി, കുരിശുമരം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. അതാണ് എൻ്റെ ദൈവം എന്നോട് കാണിച്ച സ്നേഹം. ആ സ്നേഹത്തിന് മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്നേഹത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഓർക്കണം. എൻ്റെയും നിൻ്റെയും ജീവിതം ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ നോമ്പുകാലത്തിലുടനീളം നമ്മൾ പ്രാർത്ഥിച്ചതും ത്യാഗമെടുത്തതും നമ്മൾ നന്മ ചെയ്ത് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതെല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതമൊന്നും പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പല തടസ്സങ്ങൾ നേരിടുന്നു. നമ്മൾ അപ്രതീക്ഷിതമായ പല തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നു. അറിഞ്ഞും അറിയാതെയുമൊക്കെ പല തെറ്റുകളും പിഴവുകളും വീഴ്ചകളും നമുക്ക് സംഭവിക്കുന്നു. ഉറപ്പെന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും വഴുതി പോകുന്നു. കിട്ടിയെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, ദൈവതിരുസന്നിധിയിലായിരിക്കുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലൂടെ പൗലോസ് ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും യാദൃശ്ചികങ്ങളാണ് എന്ന് നമ്മൾ കരുതരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും നമ്മളെക്കാളും അധികം കർത്താവിനറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ എവിടെയായിരിക്കണം എന്നുള്ളത് അവിടത്തേക്കറിയാം. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്? നമ്മുടെ നന്മയാണ്. എനിക്ക് ഏറ്റവും മനോഹരമായുള്ളത്, എനിക്ക് ഏറ്റവും മഹത്വമുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എനിക്ക് ലഭിക്കണം എന്ന് എന്നെ വാശിയോടെ സ്നേഹിക്കുന്ന ഒരപ്പനാണ് എനിക്കുള്ളത്. എന്നെ വാശിയോടെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് എനിക്കുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കുവാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നന്മയായിട്ടുള്ളത് അനുഭവിക്കാൻ വേണ്ടി, ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ കരുത്തുള്ളൊരു വ്യക്തിയാകുവാൻ വേണ്ടി അവിടുന്ന് എല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടു മുൻപിലുള്ളതിനെ മാത്രം കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തൊട്ടു മുൻപിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ വേദനകളെയും മാത്രം നമ്മൾ നോക്കിയിട്ട് പറയും, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ജീവിതം മുഴുവനും വേദനയാണ്, കഷ്ടപ്പാടാണ്, സങ്കടമാണ് നിങ്ങൾ നമ്മൾ പലപ്പോഴും പരാതി പറയുന്നു. എന്നാൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, അന്ന് ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഇന്ന് എൻ്റെ നന്മയിലേക്ക് എന്നെ കൊണ്ടുപോയി. അന്ന് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു നിമിഷമാണ് പിന്നീട് എൻ്റെ ജീവിതത്തിനെ കരകയറ്റിയതും കൈപിടിച്ചുയർത്തിയത്. ഒരുപക്ഷെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയായിരിക്കാം, അറിഞ്ഞറിയാതെയോ കാഷ്വലായിട്ട് ചെയ്ത ഒരു ഫോൺ സംഭാഷണമായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും ദൈവം എൻ്റെ ജീവിതത്തെ ഇങ്ങനെ വളരെ മനോഹരമായ പച്ചയായ പുൽത്തകിടിയിലേക്കും പ്രശാന്തമായ മേച്ചിൽപ്പുറങ്ങളിലേക്കും എല്ലാം കർത്താവിനെ നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ നിമിഷം നമുക്കത് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ പിന്നീട് ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും ക്രമീകരിച്ചു. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ തീരുമാനമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഭവനത്തിലായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ തീരുമാനമാണ്. കാരണം കർത്താവിന് എന്നെ അവിടെ ആവശ്യമുണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ നന്മയൊരുക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഏത് സ്നേഹത്തിൻ്റെയും യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ലക്ഷ്യം ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ, അത് ഏറ്റവും ഉന്നതമായ നന്മയാണ്. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ വ്യക്തിയുടെ നന്മ ഞാൻ ആഗ്രഹിക്കും. ആ നന്മയ്ക്കായിട്ട് ഞാൻ ത്യാഗമെടുക്കും. എൻ്റെ കർത്താവിൻ്റെ ലക്ഷ്യം, സ്നേഹമാകുന്ന എൻ്റെ ദൈവത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉതകുന്നതും എനിക്ക് വേണ്ടതുമായ നന്മ എനിക്ക് തരണം. എന്ത് സംഭവിക്കുന്നു? പലപ്പോഴും യോനായെ പോലെ ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ വലിയ നന്മയെ തിരിച്ചറിയാതെ ഞാൻ ദൈവത്തോട് കലഹിച്ച്, ദൈവത്തോട് ധിക്കാരം കാണിച്ച്, പലപ്പോഴും സ്വന്തം കൈകളിൽ തീരുമാനമെടുത്ത് ഞാൻ നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോകും. ഫലമോ യോനായെ പോലെ പലപ്പോഴും നമ്മുടെ ജീവിതവും തകർന്നു പോകും. പലപ്പോഴും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ കാണാതെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ആ നന്മയിലേക്ക് നയിക്കാൻ ഞാൻ ദൈവത്തെ അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ എന്തു തന്നെയായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ നേരിടുന്ന തടസ്സങ്ങളും ദുരിതങ്ങളും ഞെരുക്കങ്ങളും എത്രമാത്രമായിക്കൊള്ളട്ടെ, പ്രിയമുള്ളവർ, ഒരു കാര്യം മാത്രം നമുക്ക് ഓർക്കാം. അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉറപ്പിതാണ്, നിൻ്റെ ജീവിതത്തിലെ ഏതൊരു ജീവിതാവസ്ഥയെയും നിൻ്റെ നന്മയ്ക്കായിട്ട് ഞാൻ പരിണമിപ്പിക്കും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതാണ് ആദ്യത്തെ കണ്ടീഷൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ഏതൊരു ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും പരാജയങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരെന്നത് ആരെയാണ് വചനം ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ ദൈവമക്കളാകുവാനും നിത്യജീവിതത്തിലേക്കും പദ്ധതിയിൽ വിളിച്ച് ചേർക്കപ്പെട്ടവരാണ്. ഒരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കണം. തന്നെ സ്നേഹിക്കുന്നവരും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവരും ഈ നന്മ അനുഭവിക്കണമെങ്കിൽ
അവരുടെ ജീവിതത്തിലെ ഏതൊരു സംഭവവും ഏതൊരു നിമിഷവും നന്മയായിട്ട് തീരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും അവർ തയ്യാറാവണം. തന്നെ സ്നേഹിക്കുന്നവർക്കെന്നാ ദൈവം പറഞ്ഞത്, താൻ സ്നേഹിക്കുന്നവർക്ക് നല്ല ദൈവം പറഞ്ഞത്. ദൈവം എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിടത്തും ഒരു മാറ്റവുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാപിയെയും ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യാളനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവസ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. പക്ഷേ ദൈവത്തോട് ഓരോ വ്യക്തിയും ചേർന്ന് നിൽക്കുന്നത്, ദൈവത്തെ ഓരോരുത്തരും സ്നേഹിക്കുന്നത് വേറെ രീതിയിലാണ്. ആ ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സ്നേഹമാണ്, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള എൻ്റെ സഹകരണമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന നിമിഷത്തെ ഉയർന്നുള്ളതാക്കി മാറ്റുന്നത്, ഏറ്റവും ദുരിതത്തെ നന്മയാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സങ്കടകരമായൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുവാണോ? നാശത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, വേദനയുടെ, പരിവേദനത്തിൻ്റെ, നിസ്സഹായതയുടെ നിമിഷങ്ങളിലൂടെ നീ കടന്നു പോകുന്ന നിമിഷമാണോ? കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ ആ ജീവിത അവസ്ഥയെ കൊടുത്തിട്ട് പറ, കർത്താവേ, ഞാനത് അങ്ങേക്ക് വിട്ടു തരുന്നു. എൻ്റെ ഈ ജീവിത അവസ്ഥയെ അവിടുന്ന് നന്മയാക്കി മാറ്റണമേ. ഞാനത് ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് സഹകരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും സങ്കടകരമായ, വേദന നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ആ ജീവിതാവസ്ഥയെ വെച്ച് പുതിയൊരു കഥ എഴുതുവാനും അതിൻ്റെ അവസാനം അനുഗ്രഹമാക്കാനും കർത്താവിന് സാധിക്കും. ഞാനത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നില്ലെങ്കിൽ അതെൻ്റെ ജീവിത കഥയുടെ എങ്ങുമെത്താത്ത ഒരു അധ്യായമായിട്ട് തന്നെ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞത്, കർത്താവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിൻ്റെ സഹനങ്ങളെല്ലാം ബലിയായിട്ട് മാറും. കർത്താവിനോട് ചേർത്ത് വയ്ക്കുന്നില്ലെങ്കിലോ നിൻ്റെ സഹനങ്ങളെല്ലാം വേദനയായിട്ട് തന്നെ നിൽക്കും. പ്രിയമുള്ളവരെ, നിൻ്റെ ജീവിതം, എൻ്റെ ജീവിതം നന്മയിൽ പ്രകാശിക്കണമെന്ന്, ഏറ്റവും മഹത്വമുള്ളതാകണമെന്ന്, അനുഗ്രഹീതമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ഇരുകരങ്ങളും തുറന്ന് സ്വീകാര്യതയോടെ, സ്നേഹത്തോടെ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ആ വിട്ടുകൊടുത്തിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങ് പറയുന്ന വഴികളിലൂടെ ചരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങയോട് ചേർന്ന് നിൽക്കാൻ എന്നെ ശക്തിപ്പെടുത്തണം. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇന്നു മുതൽ എൻ്റെ ഈ ജീവിതാവസ്ഥയെ അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ ഈ ജീവിതാവസ്ഥയിലൂടെ എൻ്റെ ജീവിതത്തെ അങ്ങ് എന്നെ രൂപപ്പെടുത്തണമേ. കർത്താവെ, അനുസരണത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഞാൻ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു. എൻ്റെ ജീവിതത്തെ കർത്താവെ നീ രൂപപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഏതൊക്കെ ജീവിത മേഖലകളിൽ കർത്താവിൻ്റെ കാരുണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, കർത്താവിൻ്റെ കരുണ വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ മേഖലകളെല്ലാം നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗാവസ്ഥകൾ, നഷ്ടദുഃഖങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ സമയം സമർപ്പിക്കാം. നമ്മളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളും, കുടുംബത്തിലെ അനൈക്യം, അസമത്വങ്ങളെല്ലാം എടുത്തു മാറ്റി കുടുംബത്തിൽ ശാന്തിയും സമാധാനം നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ ലോകമാസകലമുള്ള സകല പാപികളെയും അവിടുത്തെ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് അങ്ങയുടെ കരുണയാൽ അവരെ മുക്കിയെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും സമർപ്പിച്ച് ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,